ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ജപസാധനയെപ്പറ്റി കുറച്ചു കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. ജപം ആത്മീയ ധ്യാനപരമായ ഒരു പ്രവൃത്തിയാണ്. ശരിക്കു പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്, വളരെ ലഘുവാണെന്ന് തോന്നും. പക്ഷേ വളരെ വലിയ ആത്മീയ ഗൗരവമേറിയ ഒരു ഉപാസന മാർഗമാണ് ജപം. ഇത് വളരെ എളുപ്പത്തിൽ കൈവരിക്കാം. ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട്. അവലംബമില്ലാത്തൊരു ഉപാസനയാണ് ജപം. ജപം ഒരു ശക്തമായ ധ്യാന രൂപമാണ്. സാധാരണ പൂജയിലോ ചടങ്ങുകളിലോ ആവശ്യമുള്ള നിരവധി പ്രക്രിയകളില്ലാതെ ദൈവചിന്തയിലേക്ക് അവസരമൊരുക്കുന്ന ഒരു ഉപാസനാ രീതിയാണ് ജപം. അതുകൊണ്ടാണ് അവലംബമില്ലാത്തൊരു ഉപാസനയാണ് ജപം എന്ന് പറയുന്നത്. ജപം മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ജപം മനസ്സിനെ നിയന്ത്രിച്ച് ശുദ്ധമാക്കുന്നു. ഭക്തിയിലും ധ്യാനത്തിലുമുള്ള ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു. നമ്മളിൽ ഏകാഗ്രത സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ ജപത്തിന് ഒരുപാട് ഗുണമുണ്ട്. ആത്മീയ ധ്യാനപരമായ ഒരു പ്രവൃത്തിയാണ് ജപം. ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള ഒരു രൂപമാണ്, ഒരു രീതിയാണ് ജപം എന്ന് പറയാം. ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു ദൈവനാമം ആവർത്തിക്കുന്നതിലൂടെ ഇത് സാധിച്ചെടുക്കാം. ഭഗവത്ഗീതയിൽ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിൽ 25-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു: മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. അതില് പ്രസിദ്ധമായിട്ടുള്ള വാക്യം യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ്. ഇതിൽ പറയുന്നത് മഹർഷീണാം ഭൃഗുരഹം, അഹം മഹർഷീണാം ഭൃഗുഹു, ഞാൻ മഹർഷികളിൽ ഭൃഗുവാണ്. ഗിരാം ഏകം അക്ഷരം അസ്മി, ഗിരങ്ങളിൽ വാക്കുകളിൽ ഏകാക്ഷര രൂപമായ ഓങ്കാരമായും ഇരിക്കുന്നു. പിന്നീട് പറയാണ് യജ്ഞാനാം ജപയജ്ഞ, യജ്ഞങ്ങളിൽ ജപയജ്ഞമായും ഞാനിരിക്കുന്നു. സ്ഥാവരാണാം ഹിമാലയ അസ്മി, സ്ഥാവരങ്ങളിൽ സ്ഥിരവസ്തുക്കളിൽ ഞാൻ ഹിമാലയമായും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ മഹർഷികളിൽ ഭൃഗുവായും വാക്കുകളിൽ ഏകാക്ഷര രൂപമായ ഓങ്കാരമായും യജ്ഞങ്ങളിൽ ജപയജ്ഞമായും സ്ഥിരവസ്തുക്കളിൽ ഹിമാലയമായും ഇരിക്കുന്നു എന്നാണ്. അഹം മഹർഷീണാം ഭൃഗുഹു ഗിരാം ഏകം അക്ഷരം അസ്മി യജ്ഞാനാം ജപയജ്ഞഃ അസ്മി സ്ഥാവരാണാം ഹിമാലയ അസ്മി. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. ഇതിൽ നമുക്ക് വേണ്ടത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ്. അപ്പോൾ ഭഗവാൻ യജ്ഞങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത് ജപയജ്ഞത്തെയാണ്. അപ്പോൾ അത് ജപത്തിൻ്റെ പ്രാധാന്യത്തെ ഭഗവത്ഗീത ഇങ്ങനെ എടുത്തു കാണിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇത് വ്യക്തിയുടെ ചിന്താപ്രവാഹത്തെ ശുദ്ധീകരിക്കുകയും ദൈവവുമായി താതാത്മ്യം പ്രാപിച്ച് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. അതുകൊണ്ട്
ഈ ജപത്തെ ഒരു യജ്ഞമായിട്ട് കണക്കാക്കുന്നു. അനേക യജ്ഞങ്ങളിൽ താൻ ജപയജ്ഞമാണ് എന്ന് പറയുന്നതിലൂടെ ജപത്തിന് കൊടുക്കുന്ന സ്ഥാനവും ജപയജ്ഞം മറ്റ് യജ്ഞങ്ങളെക്കാൾ മികച്ചതാണ് എന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് ജപത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ജപം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോ വേദവാക്യമോ മന്ത്രമോ നാമമോ ഉച്ചരിക്കൽ ജപമാണ്. വളരെ ഏകാഗ്രമായി നിന്നുകൊണ്ട് നമ്മൾ ഒരു നാമം തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ വല്ലാത്തൊരു ശക്തി നമ്മളിൽ ഉദ്ഭവിക്കും. ശരിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ശിവപുരാണത്തിൽ ദേവൻ പ്രസാദിപ്പാൻ ഉത്തമം ജപയജ്ഞം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജപിക്കുക എന്ന് പറഞ്ഞാൽ ജപ സർവാർത്ഥ സാധകം എന്ന് പറയുന്നത്. ജപം സർവാർത്ഥ സാധകം. ജപം എന്ന് പറയുന്നത് എല്ലാ അർത്ഥങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതിലൂടെ, ജപിക്കുന്നതിലൂടെ അതൊരു എല്ലാ സർവാർത്ഥങ്ങളും പുരുഷാർത്ഥങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ജപത്തെ നമുക്ക് ഒരു സാധനയായിട്ട്, നമ്മൾ ഒരു ആരാധനയായിട്ട്, ഒരു അനുഷ്ഠാനമായിട്ട്, നമ്മൾ സാധിച്ചെടുക്കുന്ന, നമ്മൾ നിർവഹിച്ചെടുക്കുന്ന ഒരു കർമ്മമായിട്ട് നമുക്ക് ഈ ജപത്തെ കണക്കാക്കാം. സാധനകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധന എന്ന് പറയുമ്പോൾ നിത്യാനിത്യ വസ്തു വിവേകം, അതുപോലെ ഇഹലോക പരലോക സുഖങ്ങളിലുള്ള വൈരാഗ്യം, ശമാധി ഷൽക്കം, മോക്ഷേച്ഛ, ഇതൊക്കെ ഈ സാധനയ്ക്ക് ഉണ്ടാകേണ്ട ഘടകങ്ങളാണ്. അപ്പോൾ ഈ സാധനയിലൂടെ, ജപത്തിലൂടെ പുരുഷാർത്ഥങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പുരുഷാർത്ഥങ്ങൾ നേടുക എന്നുള്ളതാണ്. പുരുഷാർത്ഥങ്ങൾ നമുക്കറിയാം ധർമ്മ, കാമ, മോക്ഷങ്ങളാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത് മോക്ഷമാണ്. ആ മോക്ഷത്തിലേക്ക് എത്താനുള്ള വഴികളാണ് ധർമ്മവും അർത്ഥവും കാമവും ഒക്കെ. അപ്പോൾ ആ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിക്കുന്നത്, മോക്ഷ സാധനം എന്ന് പറയുന്നത്, മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഭക്തിയാണ്. അപ്പോൾ മോക്ഷത്തെ പറ്റിയിട്ട് നമുക്ക് ധാരണ വേണം, ഭക്തിയെ പറ്റി നമുക്ക് ധാരണ വേണം. അപ്പോൾ മോക്ഷം പരമമായ ലക്ഷ്യമാണ്. പുരുഷാർത്ഥങ്ങളാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. പുരുഷാർത്ഥങ്ങൾ തേടി തേടി അലഞ്ഞു നടക്കുന്നവരാണ് മനുഷ്യർ. അപ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. ഓരോന്നും ഒരുപാട് വിശദീകരണത്തിന് വിധേയമാണ്. അപ്പോൾ അതിൽ നിന്ന് ധർമാർത്ഥ കാമങ്ങളെക്കാൾ പ്രസിദ്ധമായിട്ട് മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക, മോക്ഷപദം പ്രാപിക്കുക എന്നുള്ളതാണ്. മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ ഉള്ള എളുപ്പ വഴി ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ ഭക്തി ഉണ്ടാകണമെങ്കിൽ, ഭക്തി ഉണ്ടാകാൻ പ്രാപ്തമായ രീതിയിൽ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് ഭക്തി വിളയാടാൻ അത്രമാത്രം സംശുദ്ധമായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിന് ഒരു സംസ്കരണം നടത്തിയാൽ മാത്രമേ അവിടെ ഭക്തി ഉണ്ടാവുകയുള്ളൂ. മനസ്സിൻ്റെ സംസ്കരണത്തിന് ഏറ്റവും ഉചിതമായ മാർഗം ജപമാണ്. ജപത്തിലൂടെ മനസ്സിൻ്റെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും മനസ്സിനെ സംശുദ്ധമാക്കുകയും മനസ്സിനെ പവിത്രമാക്കുകയും അങ്ങനെ ആ മനസ്സിൽ ഭക്തി വിളയുകയും ആ ഭക്തിയിലൂടെ പരമസായുജ്യമായിട്ടുള്ള മോക്ഷപദപ്രാപ്തിയിലേക്ക് നമുക്കെത്തുകയും സാധ്യമാണ്. അപ്പോൾ ഈ ജപത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ വേണം ജപം? എങ്ങനെയും ആവാം. ജപത്തിന് ഇഷ്ടംപോലെ പലതരത്തിലുള്ള ജപമാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അത് ഒരനുഷ്ഠാനമാണ്, ഇത് വെറുമൊരു ചടങ്ങല്ല, ഇത് നമ്മുടെ ഒരു സാധനയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നമ്മൾ ജപിക്കുന്ന പരിസരവും അതുപോലെ നമ്മുടെ ദേഹവും ഒക്കെ ശുദ്ധമാക്കിയിട്ട്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജപം നമ്മൾ നടത്തുന്നത്. അതിനു മുമ്പേ നമ്മളാൽ എളുപ്പത്തിൽ ശുദ്ധീകരിക്കാൻ പറ്റുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ്, നമ്മുടെ ഇരിപ്പിടമാണ്. ആ സ്ഥലം അതൊക്കെ ശുദ്ധീകരിക്കുക, വൃത്തിയുള്ള പരിശുദ്ധമായ സ്ഥലത്ത് പോയി ഇരിക്കുക, നമ്മുടെ ദേഹശുദ്ധി വരുത്തുക. അങ്ങനെ ദേഹശുദ്ധി വരുത്തിയിട്ട് ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലത്ത് പോയിരുന്ന് മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
എളുപ്പമല്ല. മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടാണ് സാക്ഷാൽ അർജുനൻ പോലും പറയുന്നത്. ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഭഗവാനോട് സങ്കടം പറയുന്നത്. അതിനുള്ള മറുപടിയാണല്ലോ ഭഗവത്ഗീത തന്നെ. അപ്പോൾ ഏതായാലും മനസ്സിനെ പരമാവധി നമ്മൾ ഏകാഗ്രമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോരുത്തർക്ക് സാധിക്കുന്ന രീതിയിൽ. ഒരുപക്ഷേ അത് ഏകാഗ്രമാക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മളൊരു വിഗ്രഹമോ ഒരു ദേവൻ്റെ രൂപമോ കണ്ടിട്ട് അതിൽ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അത് വളരെ പ്രധാനമാണ്. വാസ്തവത്തിൽ സാധിക്കുന്നവർ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ രൂപത്തെ സങ്കല്പിച്ചെടുക്കുക. അതിനാണ് നമ്മുടെ പ്രസിദ്ധമായ സഹസ്രനാമങ്ങളിലൊക്കെ നമ്മൾ ദേവൻ്റെ ധ്യാന ശ്ലോകങ്ങളിലൂടെ ഒരു രൂപമൊക്കെ സങ്കല്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു രൂപം, പരക്കെയായിട്ടുള്ള രൂപങ്ങളല്ല വേണ്ടത്. നമ്മൾ ഒരു രൂപത്തിൽ തന്നെ കുറച്ച് മനസ്സേകാഗ്രമാക്കുക. കൂടുതലായിട്ട് ആരാധിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ, അതിങ്ങനെ പതറിപ്പോവാതിരിക്കാൻ ഒരൊറ്റ രൂപത്തിൽ ധ്യാനിക്കാം. നമ്മുടെ മനസ്സിൽ മഹാവിഷ്ണുവാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ഒരു രൂപം നമ്മുടെ മനസ്സിൽ കാണുക. ശിവഭഗവാനാണെങ്കിൽ ശിവൻ്റെ ഏതെങ്കിലും ഒരു രൂപം, ആ മുഖം, ആ എന്താണ് സർപ്പഫണവും അതൊക്കെ നമ്മൾ മനസ്സിൽ കാണുക. ജഡയും ചന്ദ്രക്കലയും ഒക്കെ കാണാം. മഹാവിഷ്ണുവാണെങ്കിൽ അത് അനന്തശായിയായുള്ള വിഷ്ണു ഭഗവാനെ വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ നിവർന്നു നിൽക്കുന്ന സുദർശന ചക്രമൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന വിഷ്ണു ഭഗവാനെ കാണാം. ഇനി ഏത് മൂർത്തി ഏത് രൂപത്തിലായാലും നമ്മളെ മനസ്സിലത് സങ്കല്പിക്കുക. അല്ലെങ്കിൽ അത് എളുപ്പമല്ലാത്തൊരാൾ ഒരു പ്രതിമയുടെയോ ഒരു വിഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെയോ മുമ്പിൽ പോയിരുന്നിട്ട് അത് തന്നെ നോക്കിക്കൊണ്ട് ധ്യാനിക്കുക. ഇങ്ങനെ നമ്മൾ ഒരേ ശബ്ദം തന്നെ നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ മനക്കണ്ണ് ആ രൂപത്തിൽ തന്നെ നിൽക്കുകയും നമ്മുടെ കാതുകളിൽ നമ്മൾ തന്നെ ഉച്ചരിക്കുന്ന ആ ശബ്ദം വന്ന് അലയടിക്കുകയും നമ്മുടെ നാവിലൂടെ നമ്മുടെ വായിലൂടെ ആ ശബ്ദം തന്നെ ഇങ്ങനെ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ നമ്മൾ മറ്റെല്ലാ ശ്രദ്ധകളും മാറിയിട്ട് ഈ ഒരു മൂർത്തിയിൽ തന്നെ, ഈ ഒരു നാമത്തിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ സാധിക്കും. നിശ്ചയമായിട്ടും ദിവസവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നേരം ഇങ്ങനെ ധ്യാനിച്ചിരിക്കാൻ, ഇങ്ങനെ ജപിച്ചിരിക്കാൻ സാധിച്ചാൽ നിശ്ചയമായിട്ടും നമ്മുടെ മനസ്സിന് കുറച്ചുകൂടി കരുത്ത് കിട്ടും. നമ്മുടെ മനസ്സിനെ നമുക്ക് ഏകാഗ്രമാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ ജപത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എഴുത്തച്ഛനും പൂന്താനവും ഒക്കെ ഈ ജപത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ട് നമുക്ക് ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യമൊക്കെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. പുരാണങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള ജപത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. അതായത് ജപം ഒരു കാട്ടാളനെ മഹാകവിയാക്കി മാറ്റാൻ പോകുന്നതാണ്. എഴുത്തച്ഛൻ അത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ മനോഹരമായിട്ടുള്ള കഥാരൂപത്തിലായിട്ട് വാൽമീകി മഹർഷിയുടെ സംസാരമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ ജപത്തിൻ്റെ പ്രാധാന്യവും എത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഉപാസനാ മാർഗത്തിലൂടെ സായുജ്യം അടയാൻ സാധിക്കും എന്നുള്ള കാര്യവും പറയുന്നു. പൂന്താനവും നമുക്ക് ജപിക്കുക മാത്രമേ വേണ്ടൂ, നമ്മൾ ബാക്കിയെല്ലാം നമുക്ക് ലഭ്യമാണ് എന്നുള്ള കാര്യം ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ജപത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. പല കഥകളിലും പല മഹാന്മാരും നാമങ്ങൾ ജപിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ പോലും നാമം ജപിച്ചതായിട്ട്, നാരായണ നാമം ജപിച്ചതായിട്ട്, ശ്രീകൃഷ്ണനെ അങ്ങനെ അമ്മ വളർത്തുന്നതായിട്ടൊക്കെ നമ്മൾ കഥകൾ കേൾക്കുന്നുണ്ട്. നാരായണ എന്നു ജപിക്കാവെന്നാരോമലായി പറയും യശോദ, നാണം കുണുങ്ങിയിട്ട് ചിരിക്കുമപ്പോൾ നാരായണൻ താനിധി വാസുദേവൻ. ഈ ഒരു ശ്ലോകത്തില് വ്യക്തമാകുന്നത് യശോദ ശ്രീകൃഷ്ണനോടും നല്ലൊരമ്മ, നല്ല ഉത്തമനായി വളരുന്ന മകനെ ഏറ്റവും മികച്ച പുത്രനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യശോദ
കൃഷ്ണനെ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് അഭ്യസിപ്പിക്കുന്നതായിട്ടും നിർദ്ദേശിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ നാരായണ നാരായണ എന്ന് ജപിക്കണം. കാരണം അവരൊക്കെ നാരായണ ജപിക്കുകയാണ്. നാരായണ നാരായണ എന്ന് ജപിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണന് ഒരു ലജ്ജയും ഒരു നാണാണ് തോന്നുന്നത്. കാരണം ആ കൃഷ്ണനാകുന്ന ആ കുട്ടി, ആ മനുഷ്യ ശിശു ഭഗവാനാണെങ്കിലും അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് എൻ്റെ പേര് തന്നെ ഇങ്ങനെ പറയുന്നത്, നാരായണൻ ഞാൻ തന്നെയാണല്ലോ എന്നുള്ള ഭാവത്തിൽ നാണം കുണുങ്ങി ചിരിക്കും എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഏതായാലും നാരായണ എന്ന് ജപിക്ക കാവെന്ന് അരോമലായി പറയും യശോദ. യശോദ കൃഷ്ണനോട് നാരായണ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അതേപോലെ ചെറുശ്ശേരി ഈ പൂതനാമോക്ഷമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെയുള്ള എല്ലാവരും ഈ ഒരു ഭീകരമായ രൂപം കണ്ട് ഭയപ്പെട്ടിട്ട് തങ്ങളുടെ കുഞ്ഞിനൊന്നും പറ്റാത്തതിൽ ആശ്വസിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് കൂട്ടമായിട്ട് നാരായണ നാമം ജപിച്ചതായിട്ട് കൃഷ്ണകഥയിൽ ചെറുശ്ശേരിയും പറയുന്നു. അപ്പോൾ ജപത്തിന് ഇങ്ങനെ മനസ്സിനെ വിമലീകരിക്കാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ കാട്ടാളനെ കവിയാക്കി മാറ്റാൻ നാമജപത്തിന് കഴിയുമെന്ന് രാമായണം വ്യക്തമാക്കുന്നുണ്ട്. അല്ലേ? വാൽമീകി മഹർഷി ശ്രീരാമനോട് പറയുന്നുണ്ട്, രാമനാമത്തിൻ മഹിമ നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനിൻ. എഴുത്തച്ഛൻ്റെ അദ്ദേഹത്തിന് രാമായണം കിളിപ്പാട്ടിലുള്ള വരികളാണ്. രാമനാമത്തിൻ മഹിമ നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനിൻ. വേറൊരു സ്ഥലത്ത് പറയുന്നു, ചിന്മയിയായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ചിന്മയിയായ നിന്നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. രത്നാകരൻ എന്നുള്ള കാട്ടാളനിൽ നിന്ന് ബ്രഹ്മർഷി വര്യനായ വാൽമീകി മഹർഷിയിലേക്ക് എത്തുന്നത് രാമനാമത്തിൻ്റെ മഹിമ കൊണ്ടാണ്. അതാണ് രാമനാമത്തിൻ മഹിമ നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ എന്ന് ശ്രീരാമനോട് തന്നെ, ശ്രീരാമ രാമനാമത്തിൻ്റെ മഹിമ കൊണ്ട് ഞാൻ ഇങ്ങനെയായി തീർന്നത് എന്ന് പറയുന്നു. ചിന്മയിയായിട്ടുള്ള പരബ്രഹ്മമായിട്ടുള്ള നിന്റെ നാമമഹിമ കൊണ്ടാണ് ഞാൻ ബ്രഹ്മർഷിയായത്, ബ്രഹ്മമുനിയായി തീർന്നത് എന്ന് വാൽമീകി അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ശ്രീരാമനോട് പറയുന്നതായിട്ട് എഴുത്തച്ഛൻ വിവരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന വലിയൊരു ഉപദേശമാണ്. ഒരു കാട്ടാളനെ കവിയാക്കി മാറ്റാൻ പ്രാപ്തമാണ് നാമജപം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ കാട്ടാളൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ആസുരശക്തികൾ ഉണ്ടെങ്കിൽ ആ ആസുരശക്തിയെ അവിടെ നിന്ന് ഒഴിവാക്കാനും പകരം അവിടെ ഒരു ബ്രഹ്മർഷി ശ്രേഷ്ഠനെ, ഒരു മഹാകവിയെ സൃഷ്ടിച്ചെടുക്കാനും നമുക്ക് നാമജപത്തിലൂടെ അല്ലെങ്കിൽ ഈ ജപസാധനയിലൂടെ സാധിക്കും എന്നാണ് ഈ കഥ വ്യക്തമാക്കുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. അപ്പം അതിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വാക്യം നാമജപത്തിനാലേ വരും മോക്ഷവും എന്നാണ്. രാമാവതാരത്തിന് തുല്യമായിട്ട് മറ്റൊരവതാരവുമില്ല. കാരണം രാമാവതാരത്തിലെ ആ ശബ്ദം രാമ രാ എന്ന് ഉച്ചരിക്കുമ്പോൾ പാപമെല്ലാം പുറത്തേക്ക് പോവുകയും മ എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് വായ കൂട്ടി അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ നാമജപത്തിന് ഏറ്റവും ഉചിതമായ നാമമാണ് രാമനാമം എന്ന് പറയും. അപ്പോൾ രാമനാമത്തിൻ്റെ മഹത്വമാണ് വാൽമീകിയെ കവിശ്രേഷ്ഠനാക്കി മാറ്റുന്നതെന്നും ഇവിടെ ഈ വിഭീഷണൻ രാവണനോട് ഉപദേശിക്കുമ്പോൾ നാമജപം കൊണ്ട് മോക്ഷം കിട്ടാൻ സാധിക്കും എന്നും പറയുന്നു. വാസ്തവത്തിൽ വാൽമീകി എന്തായിരിക്കാം ജപിച്ചത്? വാൽമീകിയിലെ കാട്ടാളനെ ഈ നാമമഹിമ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സപ്തർഷികൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് പ്രാപ്തനല്ല. ആ സമയത്ത്
രത്നാകരൻ അത് ഉൾക്കൊള്ളാൻ പ്രാപ്തനല്ല. അതുകൊണ്ട് വർണ്ണ വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത വർണ്ണേന ആണ് രാമശബ്ദം മര എന്നുള്ള തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നമ്മൾ ആമര ആമര എന്ന് പറഞ്ഞിട്ട് ആമര ആമര ആമരാമ എന്നുള്ള രാമരാമ ആയി എന്നൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ഭാഷ്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. വാസ്തവത്തിൽ സംസ്കൃതത്തിൽ വൃക്ഷം എന്നല്ലാതെ മരം എന്നുള്ള ശബ്ദം ഇല്ല. അപ്പം മരം എന്നോ ആമരം എന്നോ ഈ മരം എന്നോ ഒന്നുമല്ല. അവിടെ രാമശബ്ദത്തെ വ്യത്യസ്ത വർണ്ണമായിട്ട് വാക്കുകൾ തിരിച്ചിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മര ശബ്ദം ഉച്ചരിച്ചിട്ട് അത് രാമരാമ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രാമനാമത്തിൻ്റെ മഹത്വത്തെ വ്യക്തമാക്കുന്ന ഒരു ശബ്ദമാണ്. നമ്മളെപ്പോഴും സന്ധ്യാസമയത്ത് ജപിക്കുന്ന പ്രധാനപ്പെട്ട 2 നാമങ്ങൾ രാമനാമവും പഞ്ചാക്ഷരവുമാണല്ലോ. രാമ 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 എന്നും അതേപോലെ നമശിവായ നമശിവായ എന്നും. നമശിവായ ശബ്ദമാണ് പഞ്ചാക്ഷരം. ഈ അക്ഷരങ്ങൾക്ക് വല്ലാത്തൊരു ശക്തിയുണ്ട്. അക്ഷരങ്ങളുടെ ആ ഒരു ദിവ്യശക്തി കണ്ടറിഞ്ഞവരാണ് ഋഷിമാര്. ചില ഋഷിമാര് ചില അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷമായ ഒരു ശക്തി വിശേഷത്തെ കണ്ടറിഞ്ഞു. അവരാണ് ആ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. ഒരു മന്ത്രം അത് കേവലമായിട്ടുള്ള സ്തുതിയായിട്ടോ നാമമായിട്ടോ ഉച്ചരിച്ചു പോകാം. പക്ഷേ അത് അതിൻ്റെ ആ ശബ്ദത്തെ അവതരിപ്പിച്ച, ആ ശബ്ദത്തെ ആദ്യമായി കാണിച്ച ആ മന്ത്രദ്രഷ്ടാവിനെ, ആ മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷിയെ, അതേപോലെ അതിൻ്റെ ഛന്ദസ്സിനെ, അതിൻ്റെ ദേവതയെ സ്മരിച്ചുകൊണ്ട് ഉച്ചരിക്കപ്പെടുമ്പോൾ അത് മന്ത്രമായിട്ട് മാറുന്നു. അത് നാരായണ നാമമായാലും നമശിവായ എന്നുള്ള മന്ത്രമായാലും ഏതും അത് മന്ത്രമായിട്ടും നാമമായിട്ടും നമുക്ക് ഉച്ചരിച്ചു പോകാം. അപ്പോൾ അതിൻ്റെ പ്രണവം ചേർത്തുകൊണ്ട് അതിൻ്റെ മന്ത്രദ്രഷ്ടാവായ ഋഷിയെയും അതിൻ്റെ ഛന്ദസ്സിനെയും അതിൻ്റെ ദേവതയെയും സ്മരിച്ചുകൊണ്ട് പ്രണവം ചേർത്തുകൊണ്ട് ആ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അത് കൂടുതൽ ഫലം സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ തെയ്യങ്ങളും ഈ തരത്തിലുള്ള ആധ്യാത്മിക സാഹചര്യങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനം, അതാണ് നമ്മൾ പൂർണ്ണമായിട്ടും ലക്ഷ്യമിടുന്നത്. നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളൊക്കെ ഈ തരത്തിലുള്ള ഉന്നമനത്തിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ശ്രമമാണ് പഴയകാലത്ത് നടത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെയ്യങ്ങളൊക്കെ എല്ലാവരെയും ഉപദേശിക്കാറുള്ളത്, ഒരു നാൾ പുലർന്നാൽ രാമനാമവും പഞ്ചാക്ഷരവും ഉരുക്കഴിക്കുന്ന പ്രകാരത്തിങ്കൽ എന്നെ ധ്യാനിച്ചു കൊള്ളണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നാൾ പുലർന്നാൽ രാമനാമവും പഞ്ചാക്ഷരവും ജപിക്കുക നമുക്ക് പതിവായിരുന്നു. ആ പതിവ് എവിടെയോ നമുക്ക് കൈമോശം വന്നു പോവുകയാണ്. അത് തിരിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ അതിനായിട്ട് പ്രാപ്തരാക്കേണ്ടതാണ്. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് രാമനാമവും നമശിവായ, ഓം നമോ നാരായണായ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളൊക്കെ നാമമായിട്ട് ജപിച്ച് പോയാൽ തന്നെ തീർച്ചയായിട്ടും അതിനുള്ള ഫലം ഉണ്ടാകും. അപ്പം ഇതിൽ ഏറ്റവും നാമങ്ങൾ ഒരുപാടുണ്ട്, അനേകമുണ്ട്, സംഖ്യയില്ലാതോളമുണ്ട് നാമങ്ങൾ. അപ്പോൾ അത് എന്താണ്, എണ്ണമില്ലാത്ത നാമങ്ങൾ ഭഗവാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നു മാത്രം, ഒരിക്കൽ, ഒരു ദിനം, അല്ലേ, ഇഷ്ടംപോലെ ശബ്ദങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു നേരമെങ്കിലും ധ്യാനിച്ചാൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് സഹസ്രനാമം തന്നെയാണ്. സഹസ്രനാമങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിനും ഭഗവാൻ ശ്രീപരമേശ്വരനും അതുപോലെ ദേവിക്കൊക്കെ, എല്ലാ ദേവതകൾക്കും ഈ തരത്തിൽ അനേകം പേരുകളുണ്ട്. സഹസ്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അനേകം എന്നുള്ളതാണ്. ബഹുത്വ സൂചകമായിട്ടാണ് ഈ സഹസ്ര ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പോൾ അനേകം നാമങ്ങളുണ്ട്. നമ്മൾ ആ പറഞ്ഞതിനേക്കാളും അപ്പുറം നമുക്ക് തന്നെ ധാരാളം നാമങ്ങൾ കാണാൻ സാധിക്കും. അത്രമാത്രം നാമങ്ങളുണ്ട്. അത്തരത്തിലുള്ള വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ഭക്തിയോടുകൂടിയിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അത് വളരെ പ്രധാനമാണ്, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുമ്പോൾ നമുക്ക് ആ ദേവതയുടെ
പല ഭാവങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമാക്കി കിട്ടും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള ജപങ്ങളിൽ നമ്മൾ മുഴുകേണ്ടതുണ്ട്. പക്ഷേ അതിന് എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. പ്രയാസമൊന്നും വിചാരിക്കേണ്ട, അത്ര വേണമെന്നില്ല. അതിന് പകരം ലളിതമായ ഉപായങ്ങളുണ്ട്. നമുക്ക് ധാരാളം പലതരത്തിലുള്ള ഓരോരുത്തരുടെയും മാനസിക നിലവാരത്തിനനുസരിച്ചിട്ട്, ബൗദ്ധിക നിലവാരത്തിനനുസരിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള അനേക വഴികൾ നമ്മുടെ മഹാന്മാരായുള്ള ഋഷികൾ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ മഹാഭാരതത്തിൽ ഈ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കപ്പെട്ട ശേഷം അറിയാലോ, യുധിഷ്ഠിരനെ ഭീഷ്മ പിതാമഹനാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത്. വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കപ്പെട്ട ശേഷം ആ സമയത്ത് ദേവന്മാരെല്ലാം ആകാശത്ത് വന്ന് നിറയുകയും എല്ലാ ദേവന്മാരും ഭഗവാനെ സ്തുതിക്കുകയൊക്കെ ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ആ സമയത്ത് അവിടെ സന്നിഹിതനായിരുന്നു. അപ്പോൾ കൃഷ്ണനെ ശിവനും ബ്രഹ്മാവും ഒക്കെ സർവ്വദേവതകളും വന്ന് സ്തുതിക്കുകയാണ്. ആ സമയത്ത് ദേവി പാർവതി ശിവഭഗവാനോട് ചോദിക്കുന്നൊരു ചോദിക്കുന്നു, കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പഠ്യതേ പണ്ഡിതേർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ. പാർവത്യുവാച, പാർവതി പറഞ്ഞു. എന്താ പറഞ്ഞത്? കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പഠ്യതേ പണ്ഡിതേർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ. ഹേ പ്രഭോ, അല്ലയോ പ്രഭോ, കേനോപായേന ലഘുന വിഷ്ണോർനാമ സഹസ്രകം പഠ്യതേ പണ്ഡിതേർ നിത്യം. എന്ത് ഉപായത്താലാണ് ഇത്ര ലഘുവായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഈ നാമസഹസ്രകം, ഈ 1000 പേരും പണ്ഡിതന്മാര് പഠിക്കുന്നത്, നിത്യവും അത് വായിക്കുന്നത്, അത് ചൊല്ലുന്നത്? ശ്രോതുമിച്ഛാമ്യഹം പ്രഭു, എനിക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട് പ്രഭു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എളുപ്പത്തിൽ പണ്ഡിതന്മാർ മഹാവിഷ്ണുവിൻ്റെ 1000 പേരുകളും പഠിക്കുകയും അത് നിത്യവും ചൊല്ലുകയൊക്കെ ചെയ്യുന്നത്? അതെനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് മറുപടിയായി ശ്രീ ഭഗവാൻ പരമേശ്വരൻ പറയുകയാണ്, ശിവഭഗവാൻ പറയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനേ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനേ. എന്താണ്? ഹേ വരാനനെ, ഹേ സുന്ദരി, സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്നാണ്. 1000 പേരുകൾക്കും പകരം രാമ എന്നുള്ള ശബ്ദം മാത്രം ചൊല്ലിയാലും പ്രാർത്ഥിച്ചാലും മതി എന്ന് ശ്രീ ശിവഭഗവാൻ പറയുന്നത് പാർവതീദേവിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. സാധാരണക്കാരും വിഷമിക്കേണ്ട, ദിവസവും രാമനാമം ചൊല്ലിയാൽ തന്നെ സായുജ്യമടയാൻ സാധിക്കും എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ശിവഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ദിവസവും സന്ധ്യാസമയത്തൊക്കെ രാമനാമവും പഞ്ചാക്ഷരിയും നാരായണനാമവും ഒക്കെ ചൊല്ലുക. അത് നമ്മുടെ ഒരു നിത്യചര്യയാക്കിയിട്ട് മാറ്റുക. അപ്പോൾ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നു, രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമ രാമേരി ജപിപ്പിനെല്ലാവരും. ഇങ്ങനെ അവിടെയുള്ള അയോധ്യയിലുള്ള ആൾക്കാരെ ഉപദേശിക്കുന്നത്, അവർ രാമൻ പോകുമ്പോൾ ദുഃഖിക്കുമ്പോൾ പറയുന്നത്, രാമൻ ഇങ്ങനെ നിസ്സാരനൊന്നുമല്ല, രാമൻ സാധാരണ രാജകുമാരനൊന്നുമല്ല, രാമൻ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് എന്നൊക്കെ ഉപദേശിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, രാമരാമേരി ജപിപ്പിനെല്ലാവരും എന്നാണ്. എല്ലാവരും രാമരാമേരി ജപിക്കണം. ഇത് ഉപദേശിക്കുന്നത് നിസ്സാരനല്ല, വാമദേവ ഋഷിയാണ്, വാമദേവൻ എന്നുള്ള മഹർഷിയാണ്. വാമദേവൻ ആരാണെന്നറിയോ? വാമദേവൻ ആണ് നമശിവായ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവായ ഋഷിവര്യൻ, മുനിശ്രേഷ്ഠൻ. നമശിവായ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവായ ഋഷിയാണ് വാമദേവൻ. വാമദേവനാണ് പറയുന്നത് രാമരാമേരി ജപിപ്പിനെല്ലാവരും എന്ന് അയോധ്യാവാസികളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ അത് എഴുത്തച്ഛൻ നമ്മളോട് ചെയ്യുന്ന ഒരു ഉപദേശമാണ് എന്നുള്ള കാര്യവും കൂടി ഓർമ്മിക്കുക. എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിലും പറയുന്നു,
എത്ര എളുപ്പത്തിൽ നമുക്ക് ഇത് സാധിക്കും. നിശ്ചയമായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്ന ഒരു ഉപാസനാ മാർഗമാണ് നാമജപം. നാമജപത്തിലൂടെ നമുക്ക് ഭക്തിയിലേക്ക് എത്താം. ഭക്തിയിലൂടെ നമുക്ക് മോക്ഷം എന്നുള്ള പരമപുരുഷാർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എത്ര ലഘുവാണ്. ഏകദേശം പറയുന്നു നോക്കുക. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന്, നാരായണ അച്യുത ഹരേ എന്നതിലൊരുവർ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ. ഹരിനാമകീർത്തനത്തിലെ എഴുത്തച്ഛൻ പറയാണ്, ഊരിന്നു വേണ്ട. വലിയ യജ്ഞങ്ങളൊക്കെ ചെയ്യണേ വലിയ സ്ഥലമൊക്കെ വേണ്ടി വരും, വലിയൊരു പ്രദേശം വേണ്ടി വരും. നാമജപം എന്നുള്ള യജ്ഞത്തിന് ഈ തരത്തിലെ വലിയ ഭൂമിയൊന്നും വേണ്ട, സ്ഥലമൊന്നും വേണ്ട. ചില ഭാരങ്ങൾ വേണ്ടതിന്, അതിന് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, അതിന് വലിയ സംഭാരങ്ങളൊന്നും വേണ്ട, സാധനങ്ങളൊന്നും വേണ്ട. വലിയ യജ്ഞമോ വലിയൊരു യാഗമോ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ സമാഹരിക്കേണ്ടതുണ്ട്. എന്തിന്? ഒരു ചെറിയ പൂജ ചെയ്യണമെങ്കിൽ പോലും കുറേ സാധനങ്ങളൊക്കെ വേണം. പക്ഷേ ജപത്തിന് ഇതൊന്നും വേണ്ട, നമ്മുടെ നാവ് മാത്രം മതി. അതാണ് ഊരിന്നു വേണ്ട. ഇന്ന് ഊര് വേണ്ട, ഭാരങ്ങൾ വേണ്ട, സംഭാരങ്ങൾ, സാധനങ്ങളൊന്നും, സാമഗ്രികളൊന്നും വേണ്ട. നീരിന്നു വേണ്ട, വെള്ളം പോലും വേണ്ട, അല്ലെ? നീര് പോലും വേണ്ട. നിജധാരങ്ങൾ വേണ്ടതിന്, ഭാര്യയുടെ സഹായവും ആവശ്യമില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹായവും ആവശ്യമില്ല. അതായത് വലിയ യജ്ഞങ്ങൾ ചെയ്യണമെങ്കിൽ യജമാനനും യജമാന പത്നിയും കൂടി ഒരുമിച്ച് ചെയ്യണം. അതാണല്ലോ ശ്രീരാമചന്ദ്രൻ പിന്നീട് കാഞ്ചന സീതയെ നിർമ്മിക്കേണ്ടി വന്നത്, നമുക്കറിയാലോ. അപ്പോൾ അവിടെ ധാരങ്ങൾ, ഭാര്യ യജ്ഞം ചെയ്യാൻ ഒരുമിച്ച് വേണം എന്നാണ്. പക്ഷേ ജപയജ്ഞത്തിന് അതും ആവശ്യമില്ല, തനിച്ച് ചെയ്യാവുന്നതാണ്. നാരായണ അച്യുത ഹരേ എന്നതിലൊരുവർ നാവൊന്നേ വേണ്ടു ഹരി നാരായണായ നമ. നാരായണ, അച്യുത, ഹരേ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേര് മാത്രമേ വേണ്ടൂ. അത് ഉച്ചരിക്കാനുള്ള ഒരു നാവ് മാത്രമേ നമുക്ക് വേണ്ടൂ. നാരായണ, ഹരിനാരായണ. അതുകൊണ്ട് ഇത്ര എളുപ്പമാണിത്. ഇത് നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ് എന്ന് എഴുത്തച്ഛൻ പറയുന്നു. പിന്നെ ഇത് ചൊല്ലാനൊരു സമയവും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പോലും ഉപദേശിക്കുന്നു. ആർക്കും എപ്പോഴും ഇത് നടത്താവുന്നതാണ്. അതിന് പ്രത്യേകിച്ചൊരു അവസരമോ മുഹൂർത്തമോ ഒന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഋതുവായ പെണ്ണിനും ഇരപ്പെന്ന് ദാഹകനും, അതു പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും, ഹരിനാമകീർത്തനമിതൊരു നാളും ആർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ. ഋതുവായ പെണ്ണിനും ഇരപ്പെന്ന് ദാഹകനും, പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും, ഹരിനാമകീർത്തനമിതൊരു നാളും ആർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ. ഋതുമതിയായ സ്ത്രീക്ക് പീരീഡ്സിലുള്ള സമയത്ത്, ആ സമയത്തും ഭഗവാനെ നാമം ജപിക്കുന്നതിന് ഒരു നിഷേധമില്ല, ആരും നിഷേധിച്ചിട്ടില്ല, ചെയ്യാവുന്നതാണ്. ഇരപ്പന്, യാചകന് വേണമെങ്കിൽ ചെയ്യാം. ദാഹകന്, ശവം ദഹിപ്പിക്കുന്ന ആൾക്ക്, അത് കഴിഞ്ഞ് ശുദ്ധമാവണമെന്നില്ല, ആ സമയത്തും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്നതിന് കുഴപ്പമില്ല. പതിതന്നെ, വളരെ അധപതനത്തിൽ നിൽക്കുന്ന ആൾക്ക്, അല്ലേ, വീഴ്ച സംഭവിച്ചവന്, തകർച്ച സംഭവിച്ചവന്, അതുപോലെ വലിയ അഗ്നിഹോത്രികൾക്ക് പോലും പറ്റും. അഗ്നിയജനം ചെയ്ത ഭൂസുരനും, വലിയ അഗ്നിഹോത്ര പോലെയുള്ള വലിയ യാഗങ്ങൾ ചെയ്ത ഭൂസുരനും, അദ്ദേഹത്തിനും എന്ത് ചെയ്യാം? നാമം ജപിക്കാം. അപ്പോൾ എത്ര വേദങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്കും ചെയ്യാം, ഒന്നും അറിയാത്ത പതീതനും അത് ചെയ്യാം. ആർക്കും ഹരിനാമകീർത്തനം, ഭഗവാന്റെ നാമങ്ങൾ, ഹരിയുടെ നാമകീർത്തനം, ഹരി എന്ന് വെച്ചാൽ വിഷ്ണു എന്നാണ്, ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ ഹരിയുടെ നാമകീർത്തനം ഒരു നാളും ആർക്കും അരുതാത്തതല്ല, ഒരിക്കലും ആർക്കും നിഷിദ്ധമല്ല എന്ന് പറയുന്നു. അതേപോലെ പൂന്താനം ജ്ഞാനപ്പാനയിൽ നമ്മളോട് പറഞ്ഞു തരുന്നു. എഴുത്തച്ഛൻ ഇവിടെ പറയും പോലെ, എഴുത്തച്ഛൻ ഈ പറയുന്നത് പോലെ പൂന്താനവും പറയുന്നു. ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നത് പോലെ ജ്ഞാനപ്പാനയിൽ പൂന്താനവും പറയുന്നു. പരിതാപം മനസ്സിൽ മുഴക്കേണ്ട, തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും
ജാതി പാർക്കിയിലൊരന്ത്യജയനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു ചൊല്ലിയെന്നാകിലും ജന്മസായുജ്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടുമെന്നല്ലയോ ശ്രീധരാചാര്യർ താനും പറഞ്ഞിതു ബാദരായണൻ താനും അരുൾ ചെയ്തു ഗീതയും ബഹുമാനിച്ചു ചൊല്ലുന്നു ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. അപ്പോ ഇവിടെ നേരത്തെ എഴുത്തച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ പൂന്താനവും പറയുന്നത്. ഒരു ജാതി പാർക്കിൽ അന്ത്യജനാകിലും ജാതിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളായാലും വേദവാദിയായിട്ടുള്ള വേദത്തെ പറയാൻ പറ്റുന്ന വേദങ്ങൾ ഉച്ചരിക്കാൻ അധികാരമുള്ള മഹീസുരനാകിലും അങ്ങനെ ആരാന്നൊന്നും നോക്കണ്ട, എല്ലാവർക്കും നാവു കൂടാതെ ജാതന്മാരായിട്ടുള്ള മൂകരല്ലാത്ത മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എണ്ണമറ്റ തിരുനാമങ്ങളുണ്ട്, ഭഗവാന്റെ പേരുകളുണ്ട്. വിഷ്ണു എന്നോ ശിവനെന്നോ ബ്രഹ്മമെന്നോ എന്തായാലും എണ്ണമറ്റ തിരുനാമമുള്ളത് രാമായെന്നോ കൃഷ്ണയെന്നോ ഹരേ എന്നോ എന്ത് നാമം വിളിച്ചാലും ഇതില്ല. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്ന് മാത്രം ദിവസത്തിൽ ഒരു നേരമെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴായാലും സ്വപ്നത്തിൽ അറിയാതെയായാലും പരിഹസിച്ചായാലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായാൽ പോലും എങ്ങനെയായാലും ഏത് ദിക്കിലിരുന്നാലും തൻ്റെ നാവ് കൊണ്ട് ഇത് ചൊല്ലുകയോ ചെവി കൊണ്ട് ഇത് കേൾക്കുകയോ ചെയ്താൽ പോലും ജന്മസായുജ്യം വരും, യാതൊരു സംശയവുമില്ല എന്നാണ് പൂന്താനവും പറയുന്നത്. പൂന്താനം അത് പൂർവാചാര്യന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ശ്രീധരാചാര്യരും ബാദരായണൻ എന്ന് പറഞ്ഞാൽ വേദവ്യാസനും സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ഗീതയിലും ഒക്കെ പറയുന്നു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയാണ്, യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റില്ലേതുമേ യത്നമറിഞ്ഞാലും. കലിയുഗത്തിലെ ഈ സായുജ്യം നേടാൻ വേണ്ടിയിട്ട് മുക്തി വരുത്താൻ വേണ്ടിയിട്ട് നാമസങ്കീർത്തനം തന്നെ ധാരാളമാണ്. കൃഷ്ണ എന്നോ മുകുന്ദ എന്നോ ജനാർദ്ദന എന്നോ ഗോവിന്ദ എന്നോ രാമ എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു തിരുനാമം എപ്പോഴും ജപിച്ചാൽ മതി, അത് തന്നെ ധാരാളമാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യാത്തതെന്ന് കവി ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമി പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മെ നന്നായി നിരൂപിപ്പിനെല്ലാവരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടി കുറകയോ നാവുകൂടാതെ ജന്മമതാകയോ നമുക്കിന്നി വിനാശമില്ലയോ കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതേ നാം. ഇപ്പൊ ഇവിടെ പറയാണ്, എന്താണ് ഹരിനാമങ്ങൾ ഇല്ലാതായിട്ടില്ലല്ലോ, ഇഷ്ടംപോലെ ഹരിനാമങ്ങളില്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ഹരിനാമങ്ങളിൽ ഏതെങ്കിലും നമ്മൾ ജപിക്കണം, ഇല്ലാതെ നമുക്ക് സായുജ്യം നേടാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളത് കലിസന്ധരണ ഉപനിഷത്ത് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അത്രമാത്രം കലിബാധയിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കലിസന്ധരണ ഉപനിഷത്താണ്. കലിബാധയിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപനിഷത്തായിട്ട് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ചേർന്ന് ഉച്ചരിക്കുന്ന ആ മന്ത്രത്തെ കണക്കാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തില് മഹത്തായ നാമങ്ങൾ ധാരാളമുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ
നമുക്ക് സായുജ്യ പദവിയിലേക്ക് എത്താൻ പര്യാപ്തമായിട്ടുള്ളതാണ്. അത് ഒരാത്മീയ സാധനയാണ്. ജപം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ജ്ഞാനം ലഭിക്കുന്നത് ശ്രദ്ധാവാനാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി വേണം ഇത്തരത്തിലുള്ള ഈശ്വര കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. മറ്റൊന്നിൻ്റെ ഇടയിൽ മനസ്സോ ശരീരമോ വേറെ സ്ഥലത്ത് വ്യാപരിപ്പിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ടും സമർപ്പിത ബുദ്ധിയോട് കൂടിയിട്ട്, ഉപാസനാഭാവത്തോടു കൂടിയിട്ട്, സമർപ്പണ ചിന്തയോട് കൂടിയിട്ട് ഈ തരത്തിൽ നാമം ജപിച്ചാൽ നിശ്ചയമായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും. യാതൊരു സംശയവുമില്ല എന്ന കാര്യം ഓർമ്മിക്കേണ്ടതാണ്. അങ്ങനെ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഭഗവാന്റെ നാമങ്ങൾ, അത് നമശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നോ, രാമ എന്നോ, ഏത് നാമമായാലും എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനമെങ്കിലും നമ്മൾ അത് ചൊല്ലുക, ജപിക്കുക. കുറച്ച് സമയം മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് വയ്ക്കുക. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയ ബുദ്ധിയില്ലാതെ, കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, സംശയാത്മാവ് നശ്യതി എന്ന് പറയുന്നുണ്ട്. സംശയാത്മാവ് നശിച്ചു പോകും. അപ്പോൾ സംശയമില്ലാതെ നമ്മൾ അത് ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ നാമങ്ങൾ ഉരുവിടുക. അങ്ങനെ ഈ ശബ്ദങ്ങൾ ഒരുമിച്ച് ഉരുവിട്ടിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ചെവികളിലും, അങ്ങനെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ആത്മീയ ചൈതന്യം നമ്മളിൽ ഉണ്ടാകും. ആ ചൈതന്യം നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. അതിനായിട്ടാവട്ടെ എല്ലാവരുടെയും ശ്രമങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.